ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തുടങ്ങുന്നത് ഒരു ദിവസത്തിൻ്റെ തലേന്ന് തൊട്ടാണ് കേട്ടോ. രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി തലേന്നേ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗോതമ്പ് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് ഞാൻ മിക്സിയിലിട്ടിട്ടാണ് കേട്ടോ കുത്തിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഞാനത് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടില്ല. എനിക്കതിനെപ്പറ്റി വലിയൊരു ഇതില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഗോതമ്പ് കുത്തിയാൽ അത്ര കാണ് ശരിയാവലില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ കുത്തിയിട്ട് ഗോതമ്പ് ചോറ് വെക്കലുണ്ട് കേട്ടോ. ഞാൻ മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്ത് അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ തവിട് കുറേയൊക്കെ പോന്ന് കിട്ടും. പിന്നെ ഞാനത് ഒരുപാട് തവണ കഴുകിയെടുക്കും. ഒരു 10-12 പ്രാവശ്യം കഴുകുമ്പോഴാണ് അതിൻ്റെ ആ മുകളിലില്ലാത്ത തവിടൊക്കെ ഒന്ന് പോയിട്ട് നല്ല ഇതായി കിട്ടുക കേട്ടോ. അപ്പോൾ ഈ മിക്സിയിലിട്ട് കുത്തുന്ന കാര്യത്തിൽ എനിക്ക് അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഉരലിലിട്ട് കുത്താൻ അറിയാത്തത് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ തലേ ദിവസം തന്നെ വേവിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങണത്. അപ്പം ഞാൻ കഴുകി കൊണ്ടുവന്ന് നമ്മുടെ ഗോതമ്പ് ആദ്യം ഞാൻ വിചാരിച്ചു കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിച്ചെടുക്കാന്ന്. പിന്നെ ഞാൻ വിചാരിച്ച് അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാന്ന് കരുതിയിട്ട് നമ്മുടെ കഞ്ഞിക്കലത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. തലേ ദിവസം തന്നെ വേവിച്ച് വെക്കണമെങ്കിൽ പിറ്റേന്ന് രാവിലെ നമുക്ക് പണി എളുപ്പമായിക്കാരം. അപ്പം ഞാൻ അടുപ്പത്ത് കയറ്റിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സമയമൊക്കെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മിക്സിയിൽ ഗോതമ്പിട്ട് കുത്തുമ്പോഴേ ചിലത് നമ്മളെ നുറുക്ക് ഗോതമ്പ് പോലെ പൊടിഞ്ഞും പോവും. ചിലത് മിക്സിയിലിട്ട യാതൊരു ഭാവ വ്യത്യാസം അല്ലാതെ ഇടയ്ക്ക് ഇതേപോലെ കാണും കേട്ടോ. പക്ഷേ അത് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുത്താൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ഞാൻ വല്ലപ്പോഴും മാത്രം ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഈ എടുക്കുന്നത് കേട്ടോ. തലേ ദിവസം ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും പിറ്റേന്ന് രാവിലെ വന്നിട്ട് കുറച്ചൊന്നൊരു നൊസ്റ്റാൾജിയൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ച് കത്തിക്കാനുള്ള കെണിഞ്ഞ് പരിശ്രമത്തിലാണ് കേട്ടോ. ഞാൻ വിളക്ക് അധികം ഉപയോഗിച്ചില്ല. അതിൻ്റെ പൊടിയൊക്കെ തട്ടി എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അതിൽ മണ്ണെണ്ണ ഒരു തുള്ളി പോലുമില്ല. മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഇവിടെ മണ്ണെണ്ണയല്ല. പിന്നെ ഇപ്പം ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കണം എന്താ വെച്ചാൽ കുഞ്ഞുട്ടി വണ്ടീൻ്റെ കുറച്ച് കരിയോയിൽ ഉണ്ടായിന് കേട്ടോ അവിടെ. അപ്പം അത് ഒഴിച്ച് കണ്ട് കത്തിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കണതാണ്. ഞാൻ വിചാരിച്ചൊരു കാര്യം ചെമ്മലക്ക് കുഞ്ഞുട്ടി ഇതേപോലെ കരിയോലിട്ട് കത്തിക്കുമല്ലോ. അപ്പം പിന്നെ ഇതിലും കത്തുപോയിക്കാരം വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കി നോക്കിയതാണ് കേട്ടോ. പക്ഷേ സംഗതി കത്തണില്ല. ആ സമയത്ത് കുഞ്ഞുട്ടി നീച്ച് വന്നിട്ടുണ്ടെങ്കിലും അപ്പോൾ ഒരു ചോദ്യമാണ്, ഇത്രക്കും വന്ന ബുദ്ധി അതിനെയോന്ന്. അപ്പം മനസ്സിലായി അയിമ ചിലപ്പോൾ കത്തി കിട്ടലുണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ അടുപ്പിൽ കുറച്ച് ഒഴിച്ചോളാം, എന്നിട്ടൊന്ന് തീയിട്ടുള്ള അപ്പോൾ കത്തിക്കോളെന്ന് പറഞ്ഞു എന്നോട്. അപ്പം എന്തായാലും ആ സംഗതി ഫ്ലോപ്പ് ആയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ നൊസ്റ്റാൾജിയ നടക്കാത്തത് കൊണ്ട് നമ്മുടെ സാധാ തീപ്പെട്ടി എടുത്ത് കണ്ട് കയ്യും പൊള്ളിച്ച് അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ നമ്മൾ സിഗരറ്റ് ലാമ്പുകൊണ്ട് തീ കത്തിച്ചെടുക്കുകയാണ്. അല്ലേലും അടുപ്പത്ത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ആ വിറകൊക്കെ കത്തിച്ച് മൺകലത്തിലൊക്കെ വെക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഒരല്പം കൂടി കൂടും. അപ്പം പിന്നെ കുറച്ച് റിസ്ക് എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ അടുപ്പ് കത്തിച്ചെടുക്കണം കേട്ടോ. ഇന്ന് പിന്നെ കൂടെ നേരത്തെ എണീച്ച് വന്നിക്കണ് അജു. അപ്പം അജുവിൻ്റെ കൈയാണ് ഇടയ്ക്ക് നിങ്ങളാ കാണുന്നത് കേട്ടോ. എൻ്റെ കൂടെ ചകിരിയും ചിരട്ടയൊക്കെ എടുത്ത് തന്ന് കൂടെ തന്നെ നിന്നുണ്ട് കേട്ടോ ആള്. അങ്ങനെ നമ്മൾ തീയൊക്കെ അടിപൊളിയായിട്ട് കത്തി വന്നിട്ട് കേട്ടോ. ഇനി നമ്മുടെ കലം അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. തലേ ദിവസം വേവിച്ച് വെച്ചതൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ചൂടൊക്കെ അറിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഭയങ്കര കട്ടിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മൺകലത്തിലാവുമ്പോൾ അത് വീണ്ടും അതിലിങ്ങനെ ഇരുന്ന് ഒന്നും കൂടി ഒന്ന് കുറുകുമല്ലോ. അപ്പം ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ രാവിലെയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതും. പിന്നെ ഭയങ്കര കുറുകലല്ലേ, നമ്മൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ചിലപ്പോൾ അടിയിലൊക്കെ പിടിച്ച് കരിയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിരിക്കണേ. ഇനിയാണ് അതിക്ക് വേണ്ട മെയിൻ ഘടകം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ തേങ്ങ നമ്മൾ എത്ര ചേർക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടും. അപ്പം ഒരുപാടൊന്നും ചേർക്കാനില്ലാത്തത് കൊണ്ട് ഞാനൊരു
മുറിയും പിന്നെ ഒരു മുറിൻ്റെ ഒരു പകുതിയും ഒക്കെ പാടെ എടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഒരു മുക്കാ തേങ്ങ എന്ന് പറയാം. അപ്പം അത്രയും ഞാൻ ചിരകിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് നമ്മുടെ പ്രകൃതി ഭംഗി ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്, അപ്പോൾ ഒരു ഒച്ചമുളയൊക്കെ ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം നമ്മൾ ഗോതമ്പിൻ്റെ ചോറൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം അത് ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ ഉറക്കത്തുനിന്ന് എണീച്ച് വന്നിരിക്കണം കേട്ടോ. അജു എടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ എന്നെ ഒരാൾ സഹായിക്കാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആളെ സഹകരണം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുക്കളയിൽ മാത്രമല്ല, അതവിടെ ഞാൻ പായൊക്കെ മടക്കി വെക്കാൻ വന്നപ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആൾ ചെയ്യാണ് കേട്ടോ. അപ്പം എനിക്ക് ഓന് ചെയ്യണത് വീഡിയോ എടുക്കേണ്ട ആവശ്യമേ വന്നിട്ടുള്ളൂ. ഓൻ എന്നെ പായൊക്കെ ഒന്ന് വൃത്തിക്ക് എല്ലാതും മടക്കി വെച്ചിട്ടോ. വിചാരിച്ചിക്കണമെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒന്ന് അത് അങ്ങോട്ട് എടുത്ത് വെക്കുമെന്ന് പറഞ്ഞാൽ കേൾക്കൂല കേട്ടോ. ഇന്നിപ്പോൾ നല്ല കുട്ടിയായിട്ട് എല്ലാതും എനിക്ക് പായൊക്കെ മടക്കി വൃത്തിയാക്കി തന്നു കേട്ടോ. ഏട്ടക്ക് ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊക്കെ കാണേണ്ടിയും വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കണ്. ഞാൻ കുറച്ചും കൂടി കുറച്ച് ലൂസാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഇരിക്കും തോറും കുറുകി വരും. അപ്പം നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യിൽ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷെ ഞാനതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനെ മതിയെന്ന് വിചാരിച്ച് ചിലപ്പോൾ അതിലേക്ക് കുഞ്ഞുട്ടിയും അജുവൊക്കെ പഞ്ചസാരയൊക്കെ വിതറിയിട്ട് അങ്ങനെ കഴിക്കും. പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിതാ ഇതേപോലെ ഇങ്ങനെയാണ് കേട്ടോ കഴിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ചിലത് മിക്സിയിൽ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ പെടാത്ത പോലെയൊക്കെ അതേപോലെ ഇങ്ങനെ കിടക്കും. നല്ലോണം വേവിച്ചെടുത്താൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ഗോതമ്പ് ചോറ് വെക്കുക കേട്ടോ. ഞാൻ ഷോർട്സിൽ കാണിച്ച സമയത്ത് ഇങ്ങനെ റെസിപ്പി ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് ലോങ് വീഡിയോയിൽ ഉണ്ടാവും എന്നുള്ളത്. അപ്പം റെസിപ്പി ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി കാണിച്ചു തന്നതാണ് കേട്ടോ. ഇതിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ചായയുടെയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മൺകലം വീണ്ടും കഴുകി രംഗത്തിറങ്ങിയിരിക്കുന്നു. പിന്നെ കഴിഞ്ഞ 2 വീഡിയോയിലും നമ്മൾ നീയക്കുട്ടിനെ പറ്റിയൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നീയക്കുട്ടിനെ പറ്റി എന്താ പറയാത്തത്, നീയക്കുട്ടിൻ്റെ വർത്താനം എന്താ, സുഖല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജ് ഒക്കെ കഴിയണ ആള് പെരിയിലാണ് എന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ 2 വീഡിയോയും നമ്മൾ ക്ലീനിങ് അല്ലേ ഇനിയോ, അപ്പോൾ ആ വൈക്ക് ഇങ്ങനെ പോയതുകൊണ്ട് പെരീത്തെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാഞ്ഞത്. കുട്ടി കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് തന്നെ ഇരിക്കണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആളിവിടെ ഇല്ല, പക്ഷെ ഇത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ആളിവിടെ തിരിച്ചെത്തിക്കണം കേട്ടോ. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ ആളെ കാണിച്ചു തരണ്ട് കേട്ടോ. അപ്പോൾ ആൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ കലക്ക അടുപ്പത്ത് വെച്ച് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ കലപ്പം ഇപ്പം എന്നുള്ള അവസ്ഥയിലാണല്ലേ നിൽക്കുന്നത്. കലന്ന് ചെരിഞ്ഞിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ഞാൻ അപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ക്യാമറ ഇങ്ങനെ ചെരിച്ച് വെച്ചെടുത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ കുക്കറിൽ ഞാൻ കുറച്ച് പരിപ്പും കൂടി ഇട്ട് വിസിലടുപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കുള്ള എൻ്റെ പണിയാണ് പോയത്. അപ്പോൾ ഓനെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നിപ്പോൾ ഇതിപ്പോൾ സാമ്പാർ കഷ്ണത്തിൽ കിട്ടിയ 2 വഴുതനയാണ് കേട്ടോ. അപ്പോൾ ഈ വഴുതന ഉപ്പേരി വെച്ചാൽ ആരും കഴിക്കൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഫ്രൈ ആക്കാമെന്ന്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇറച്ചിയും മീനൊന്നും വാങ്ങലില്ല കേട്ടോ. കുട്ടി ഇല്ലെങ്കിലും ഓൾക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളും ഇറച്ചി മീനും മുട്ടയും ഒക്കെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഉപ്പേരി വെച്ചാൽ കഴിക്കൂലല്ലോ. അപ്പോൾ എന്താ ഞാനിന്ന് മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യണത്. അതിൻ്റെ ഇടയ്ക്ക് അടുപ്പിൽ പോയി മാന്തണത് എന്താ വെച്ചാൽ ചെറിയൊരു വഴുതന ഉണ്ടായിരുന്നത് ചാടി കഴുകി കൊണ്ടുവന്ന് രണ്ടാമത് വീണ്ടും ചാടി. അപ്പം അങ്ങനെ 4 വട്ടം ചാടിയപ്പോഴത്തേന് ഞാൻ വേഗം പിടിച്ചിട്ട് കട്ട് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാതും റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ പുഴുവൊക്കെ വന്ന ഭാഗം കട്ട് ചെയ്ത് അങ്ങനെ കളഞ്ഞതുകൊണ്ട് പലതും പല ഷേപ്പിലാണ് കിട്ടിയത്.
അപ്പോൾ അജുവിന് പോകാനുള്ള സമയമായിക്കണ്. അപ്പോൾ ഓനുള്ള പാത്രവും വെള്ളക്കുപ്പിയും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിക്കണ്. ഓന് സ്കൂൾക്ക് കൊണ്ടുപോകാനാകുമ്പോഴത്തേന് ഫ്രൈ റെഡി ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളെ വഴുതനങ്ങ കട്ട് ചെയ്യലേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേനും ഓന് സമയമായിട്ടുണ്ട്. ഇനി പിന്നെ ഓനെ പറഞ്ഞയച്ചതിന് ശേഷമാണ് ഞാൻ ഇതിനുള്ള മസാലയൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് ഊറ്റലും നടക്കുന്നുണ്ട്. പിന്നെ ഞാനേക്ക് 1-2 ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മസാല റെഡിയാക്കി എടുക്കണം. ഇനി ഈ മസാലയിലൊന്ന് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പന്മാരാക്കി എടുക്കാം നമ്മളെ വഴുതനങ്ങനെ. ഈ വക പരീക്ഷണം ആദ്യമായിട്ടാണ് ചെയ്യണത് കേട്ടോ. കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാകുമോ ഒന്നും അറിയില്ല. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പം ഉഷാറാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോയിൽ തന്നെ പറയണ്ട കേട്ടോ. ഏതായാലും ഞാൻ മസാലയൊക്കെ ഒന്ന് പറ്റി റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ ഇതാ മസാല പറ്റി ശരിയാക്കി വെച്ചിരിക്കണ്. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജനിക്കുട്ടനെ കഞ്ഞി കൊടുക്കാനും ഉറക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓനൊന്ന് കണ്ണിമ്പി ഓന് എണീച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ ഒരുപാട് ഓയിൽ ഒഴിക്കണ്ട കേട്ടോ. കാരണം ഇയാൾ നല്ലോണം ഓയിൽ കുടിക്കുന്നുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അത് അത്രയും അകത്താക്കണ്ടേനു. ഭയങ്കര ആത്മാർത്ഥതയാണ്. അപ്പം ഞാൻ കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ പെട്ടെന്ന് ആയും കിട്ടും. കാരണം മീനിൻ്റെ അത്രയൊന്നും വേവും ഇതൊന്നുമില്ലല്ലോ. പക്ഷെ സംഗതി അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ആ ഒരു വഴുതനയാണെന്നുള്ളതൊന്നും തോന്നൂല. സാധാരണ വഴുതനങ്ങ ഉപ്പേരി വെക്കണതൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. അതിങ്ങനെ ഒരു അളിഞ്ഞ് പിളിഞ്ഞ് ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പം ഞാൻ ഒന്ന് ഇതേപോലത്തെ വഴുതന കിട്ടിയപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷെ നല്ല അടിപൊളിയിനി. പിന്നെ ശ്രദ്ധിച്ചിട്ടൊരു കാര്യം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓയിൽ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. ആ ഓയിൽ അച്ചിയൽക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് കുടിച്ചെടുക്കേണ്ട മൂപ്പര്. അപ്പോൾ കുറേശ്ശെ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെ ഫ്രൈ ചെയ്യൽ പരിപാടി കഴിഞ്ഞു. അടുത്തത് സാമ്പാറിൻ്റെ പരിപാടിയാണ് കേട്ടോ. സാമ്പാറിന് പരിപ്പ് അടിച്ച് വെച്ചിട്ട് കുറച്ച് സമയമായിക്കണ്. അപ്പോൾ അതിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഇപ്പോഴാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോഴാണ് അതിനുള്ള സമയം ആയത്. ഒരു പണീൻ്റെ ബാക്കിൽ ആ പണീൻ്റെ ബാക്കി അങ്ങനെ എടുത്ത് പോകാൻ പറ്റൂല. അതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം സെനുമോൻ്റെ കൂടെ ഓടണം. അപ്പോൾ ഞാൻ വേഗം സാമ്പാറും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടേന് കേട്ടോ. സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ പല പ്രാവശ്യമായിട്ട് കാണിച്ചതുകൊണ്ട് പിന്നെ കാണിക്കുന്നില്ല. എല്ലാ പ്രാവശ്യം ഒരേ രീതിക്ക് തന്നെയാണ് സാമ്പാർ ഉണ്ടാക്കൽ. ഓരോ പ്രാവശ്യം ഓരോ മോഡലിലൊന്നും അങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നും ചെയ്ത് നോക്കലില്ല. ഇത് അച്ഛൻ്റെ മോളാണ് കേട്ടോ, അഫിമോള്. അപ്പോൾ ഓളിന്ന് സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ സെനുമോനെ കളിപ്പിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വീട് അത് വായിച്ചു നോക്കി. അപ്പോൾ അഫിമോള് സെനുമോനെ പഠിപ്പിച്ച് അവിടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഓലൊക്കെ ഇതേപോലെ ഇങ്ങനെ അത് വായിക്കുക ഇത് വായിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ചതാണ് കേട്ടോ. നിയമോള് അലിഫ് ബ എ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓനെ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഫിമോൾ അവിടെ കളിപ്പിക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓളെ കിട്ടിയാൽ പിന്നെ ഓന് വേറെ ഒന്നും വേണ്ട കേട്ടോ. ഓളാണെങ്കിൽ നല്ല മട്ടത്തിന് കൊഞ്ചിക്കാനും എടുക്കാനും ഒക്കെ വെയ്ക്കുകയും ചെയ്യും. അതുപോലെ അവിടെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഇവിടെ തന്നെ നിന്നിട്ട് വേഗം ഈ പാത്രങ്ങളും കൂടി ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. ഈ പാത്രങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിരന്നെടുക്കുന്നത് കാണുമ്പോൾ കാക്കച്ചിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ, ഇതിലൊക്കെ ഒന്ന് വന്ന് തലയിട്ട് നോക്കാൻ. അപ്പം ഞാൻ വേഗം കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കട്ടെ. പിന്നെ നമ്മുടെ ഗ്യാസൊക്കെ ഒന്ന്
തോത്തി തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതേപോലെ ഒന്ന് സോപ്പിട്ടൊക്കെ ഒന്ന് ഉരച്ച് തേച്ചെടുക്കും കേട്ടോ. അപ്പോൾ നല്ല വെട്ടി തിളങ്ങും നമ്മുടെ ഗ്യാസ്. അപ്പോൾ ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഡ്യൂട്ടി ഏകദേശം കംപ്ലീറ്റ് ആവും. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വിശപ്പ് നല്ലോണം ആയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറും നമ്മുടെ വഴുതനങ്ങ ഫ്രൈയും കൂട്ടിയിട്ട് ചോറ് കഴിച്ചു കേട്ടോ. വഴുതനങ്ങ ഫ്രൈ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. ബൈ ബൈ.